ഗോൾഡൻ കളർ സാരി, ഉണ്ടമല്ലി കളറ്, പിന്നെ വയലറ്റും പച്ചയും, പിന്നെ ചന്ദന കളറും പിങ്കും സാരി, പിന്നെ നീല സാരി, വയലറ്റും പീക്കോക്കും, ഗ്രേയും പീക്കോക്കും. ഈ സാരികളൊക്കെ ഞാൻ എടുത്ത് വലിച്ചിട്ടിരിക്കണത് എനിക്കിതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ്. ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ഏത് ചെയ്യും എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് എനിക്ക് ഇതിൽ നിന്നൊരു ഗോൾഡൻ കളർ സാരി കിട്ടിയത്. മറ്റുള്ള സാരികളൊക്കെ എനിക്ക് തോന്നുന്നു ചെളിയാവുന്നു, പെട്ടെന്ന് മഴയായ കാരണം പെട്ടെന്ന് തന്നെ ചെളിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഗോൾഡൻ കളർ സാരി എടുത്തു. അപ്പോൾ അതിന് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല, ഇതിന് വിത്ത് ബ്ലൗസ് ആയിരുന്നു, അത് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചന്ദന കളറും പിങ്കിൻ്റെയും ബ്ലൗസ് ഒരു ഡാർക്ക് പിങ്ക് ഉണ്ടായിരുന്നു, അത് തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. തിരുവമ്പാടിയുടെ നന്ദൻ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. തൃശ്ശൂർ ടൗണിൽ തന്നെയായിരുന്നു. ഈ ഒരു കല്യാണം കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ മാസത്തെ 4ാമത്തെ കല്യാണമാണ്. ഈ കല്യാണം നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കല്യാണമാണ്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തു. നല്ല സന്തോഷമായിരുന്നു കേട്ടോ കല്യാണത്തിന് പോകാനായിട്ട്. ചേട്ടൻ്റെ അത്രയും അടുത്ത ഒരു ഫ്രണ്ടായിരുന്നു. ദുബായിൽ അവർ ഒരുമിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലൈറ്റായി. 10:45-നും 11:30-ക്കായിരുന്നു മുഹൂർത്തം. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ കെട്ടൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി. ഗ്രാൻഡായിട്ടുള്ള കല്യാണം തന്നെയായിരുന്നു. സ്റ്റേജിൽ കയറാനായിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം ഞങ്ങളവിടെ നിന്നു. കല്യാണപ്പെണ്ണിന് ഞങ്ങളെ ഓർമ്മയുണ്ടാകുമോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ അവൾക്ക് ഞങ്ങളെ മനസ്സിലായി. ഞങ്ങൾ കുറേ വർഷമായി അവളെ കണ്ടിട്ട്, കൊച്ചായിരുന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ് അവളെ. അങ്ങനെ ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ കുറച്ച് പഴയ ദുബായ് കഥകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ട് ചർച്ച ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്ന് സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കണ്ണാഞ്ചെങ്കിൽ ചേച്ചിമാരുടെ സാരി മലിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്രൈസാണ് ഈ സാരി. അപ്പം ഞാൻ ചേച്ചിമാർ ഉടുത്ത സാരികളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അടുത്തത് ഏത് എടുക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു, പരസ് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. പാലടിയും പരിപ്പായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സദ്യ സൂപ്പർ സദ്യയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കടയിലേക്ക് വേണ്ട കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഫാൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം കേട്ടോ. എനിക്ക് കല്യാണത്തിന് പോയി സദ്യ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കണം കേട്ടോ. എവിടെയെങ്കിലും കുറച്ച് നേരം കിടക്കണം. പക്ഷേ ഇന്ന് എനിക്ക് കടയിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടാണ്. എന്നിട്ട് ഞാൻ വന്ന പാടേ തന്നെ കിടന്നു. അപ്പോൾ ഇത്രയുള്ള ചാച്ച ബൈ സീ യു.